കമ്മിങ് ബാക്ക് ടു നുസ്രത്ത്, നുസ്രത്ത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്, ഒരുപാട് മോട്ടിവേഷണൽ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ കൂടുതലും സ്ത്രീകൾ നുസ്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ പേടികൾ പറയാൻ വേണ്ടിയിട്ടാണ് നുസ്രത്തിൻ്റെ അടുത്തേക്ക് വരാറുള്ളത്? അതിനെങ്ങനെയാണ് നുസ്രത്ത് അഡ്രസ്സ് ചെയ്യുന്നത്? പിന്നെ ഡിസബിലിറ്റി ഉള്ളവരാണോ അതോ ഏത് രീതിയിലാണ് സംസാരിക്കാം? അല്ല, എൻ്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസബിലിറ്റി ഉള്ള ആളുകളാണ്. അപ്പം അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവർക്കുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് അവർ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും പല രീതിയിൽ പലരും ഹരാസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളാവുമ്പോൾ ഇവരുടെ അടുത്ത് എന്തുമാവാം എന്നൊരു മനോഭാവം ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പ്രണയം നടിക്കുക, അതുപോലെ ഇവരുടെ അടുത്ത് മോശം രീതിയിൽ സംസാരിക്കുക, അത് പുറത്ത് വരൂല എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവർ പലരും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പുറത്തേക്ക് പറയില്ല. പക്ഷെ ഇതിനകത്ത് പെട്ടുപോകും അവർ. അപ്പോൾ പെട്ടുപോകുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അത് അനുഭവിക്കുക മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിനെതിരെ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളുടെ അടുത്ത് അത് പറയും. അപ്പോൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത്ര രീതിയിൽ ആരെങ്കിലും നിങ്ങളെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം. ഒരിക്കലും അത് സഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മളെന്തിനാണ് സഹിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രതികരിച്ചുകൊണ്ട് അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ ചെയ്യണം. മിണ്ടാണ്ടിരിക്കുന്നതെന്ന് ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഈ പിന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പുറത്ത് കൊണ്ടുപോകും പലരും. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരെ കൊണ്ടുപോകും. പക്ഷെ എല്ലാവരും ഒന്നും നല്ല രീതിയിലായിരിക്കില്ല ഇവരെ കൊണ്ടുപോകുന്നത്. സ്ത്രീകളാവുമ്പം അപ്പം ഇവരെ കൊണ്ടുപോകും. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഈ പുരുഷന്മാരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ അടുത്ത് ഇവർ പ്രവർത്തിക്കും. എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായതാണ്, അവളെ പുറത്ത് കൊണ്ടുപോയ ഒരു വ്യക്തി അവളെ ഫിസിക്കലി അവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും അവളെ ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ ഇല്ലാതാക്കുമെന്നുള്ള രീതിയിൽ അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആവുകയും എന്താ ചെയ്യേണ്ടത്, കാരണം ഇത്തരം ഒരു പെൺകുട്ടിയെ എന്തിനു പുറത്തേക്ക് വിട്ടു എന്ന് ചോദിക്കും. ഈ ഒരു സംഭവം നമ്മൾ പുറത്ത് പറഞ്ഞാൽ എന്തിനാണ് ഇവളെ പുറത്ത് വിട്ടതെന്നുള്ളതാണ് വീട്ടുകാരോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാരൻസ് അത് പുറത്ത് പറയില്ല. അപ്പോൾ ഈ പെൺകുട്ടി മാനസികമായിട്ട് പിന്നെ ഡൗൺ ആയ സമയത്ത് തീർച്ചയായിട്ടും അത് പുറത്ത് പറയണമെന്നും അതിനെതിരെ കേസ് കൊടുക്കണമെന്നും പറഞ്ഞ് ആ പെൺകുട്ടി അതിനെതിരെ കേസ് കൊടുത്ത് അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് അത് കൂടുതൽ ഇവർ ഈ ഒരു വിഭാഗം എനിക്കൊക്കെ തന്നെ ഞാനൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്, പല രീതിയിലുള്ളതും. അത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് അത് അവിടെ നിൽക്കുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെ റിയാക്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് അടുത്തതായിട്ട് അതിൻ്റെ മേലേക്ക് പലരും പറയുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏത് വേദിയിലും പോലെ ഡിസബിലിറ്റി അനുഭവിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാറുണ്ട്, അത്തരം രീതിയിൽ നിങ്ങളുടെ അടുത്ത് ആരെന്ത് വന്നാലും ശരി നിർത്തേണ്ടത് നിർത്തിക്കൊണ്ട് പറയേണ്ടത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാമെന്ന്. യെസ്.